തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധമായ ശിവക്ഷേത്രമായ ചിദംബരം നടരാജ ക്ഷേത്രത്തിലെ ചിദംബരം രഹസ്യം എന്ന തത്വത്തെ ഒന്ന് വിശദീകരിക്കാമോ? ഇല്ല, വിശദീകരിച്ചുകൂടാ. ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. രഹസ്യം എങ്ങനെയാ പരസ്യമാക്കുക? അത് ചിദംബരത്തിൽ നിലകൊള്ളുന്ന രഹസ്യമാണ്. ഏതാ ചിദംബരം? ചിദംബരം ചിത്ത് കേവലമായ ജ്ഞാനം, നിരപേക്ഷമായ ജ്ഞാനം. ചിദാനന്ദൻ എന്നൊക്കെ പറയുമ്പോൾ അതാണ് ചിത്ത്. ഈ കേവലമായ ജ്ഞാനം യാതൊരു അമ്പരമാണോ? അമ്പരം ആകാശം. കേവല ജ്ഞാനമാകുന്ന ആകാശം. അതിൻ്റെ രഹസ്യം അതിൽ മുങ്ങിയാൽ തന്നെ അറിയൂ. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കറിയാം. അതുകൊണ്ട് രഹസ്യം പറയാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ നിറയെ മൈക്രോഫോൺ, ലൗഡ് സ്പീക്കർ ബോക്സുകളുണ്ട്. ഒക്കെ കൂടി പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ചിദംബരത്ത് പോവുക. ആദ്യം ബാഹ്യമായ ചിദംബരാകട്ടെ, തമിഴ്നാട്ടിലെ ചിദംബരം. അവിടെ ആ ഭഗവത് സന്നിധിയിൽ നല്ലപോലെ ചിദംബരത്തിലേക്ക് പ്രവേശിക്കാൻ നോക്കുക. ചിദംബരത്തിലെത്തി ചിദംബരത്തിൽ പ്രവേശിക്കാൻ നോക്കുക. ചിദംബരത്തിൽ എത്തിയിട്ട് വേണോ ചിദംബരത്തിൽ പ്രവേശിക്കുക? അത് പരിശ്രമിക്കുക. അപ്പൊ അവിടെ നടരാജൻ നടനം ചെയ്യും. നടന അവസാനം ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ഇരിക്കും. ആ നടനത്തിൽ നിന്ന് സമസ്ത ലോകവും ഉയർകൊള്ളും. ആ നടനത്തിൽ നിന്ന് സമസ്ത കലകളും ശാസ്ത്രങ്ങളും ഉയർകൊള്ളും. നൃത്തം, സംഗീതം, നൃത്ത സംഗീതങ്ങളിൽ അന്തർഭവിക്കുന്ന സമ്പൂർണ്ണ ഭാവരാഗ താളങ്ങൾ, സമ്പൂർണമായ ഭാഷാ വിജ്ഞാനീയം, തദ്വാര സാഹിത്യങ്ങൾ, സമ്പൂർണമായിരിക്കുന്ന സൃഷ്ടിയും അവിടെ നിന്ന് പ്രകടമാകും. അതാണ് ചിദംബര നടനം. കേവലം വ്യാകരണത്തിന്റെ ഉത്പത്തി മാത്രമല്ല. വ്യാകരണത്തിന്റെ ഉത്പത്തി പ്രസിദ്ധമാണ്. 9, 5, 14 പ്രാവശ്യം ഢക്ക മുഴക്കിയ ആ നടരാജന്റെ ഢക്കാനാദത്തിൽ നിന്ന് പുറമേക്ക് വന്ന ശബ്ദരാശികൾ, അതിൽ നിന്ന് സമ്പൂർണ്ണ വ്യാകരണ ശാസ്ത്രവും ഉണ്ടായി. മാത്രമല്ല, അതിൽ നിന്ന് തന്നെയാകുന്നു നൃത്തങ്ങൾ അഖിലവും. താണ്ഡവം മാത്രമല്ല, താണ്ഡവത്തിൽ ലാസ്യം അന്തർഭവിക്കും. ലാസ്യത്തിൽ താണ്ഡവം അന്തർഭവിക്കില്ല. ആർക്കും വിരോധം തോന്നരുതേ. ആർക്കും വിരോധം തോന്നരുത്. ഇവിടെ വലിയ നൃത്ത വിശാരദന്മാരൊക്കെ ഉണ്ടാവും. വിരോധം തോന്നരുത്. താണ്ഡവത്തിൽ ലാസ്യം അന്തർഭവിക്കും. പിന്നെ സംഗീതമോ വാദ്യങ്ങളോ രാഗപ്രധാനമായാലും താളപ്രധാനമായാലും സമ്പൂർണ്ണ സംഗീതരാശി എല്ലാം ആ നടരാജനിൽ നിന്ന് വെളിപ്പെടും. അതുകൊണ്ട് ഒന്ന് മനസ്സടക്കി ഇപ്പൊ പറഞ്ഞ പ്രകാരത്തിൽ ചിദംബരത്തിലേക്കൊന്ന് പോവുക. ചിദംബരത്തിലേക്ക് യാത്ര സംഘടിപ്പിക്കുന്നു. ചിദാനന്ദപുരി സ്വാമി എത്ര റുപ്യ? എത്രയാ മാക്സിമം? അത്ര. ഒരു പൈസയും വേണ്ട, ഒരു പൈസയും വേണ്ട. ചിദാനന്ദപുരി സ്വാമിയുടെ വഞ്ചനയിലൊന്നും പെടണ്ട. അവനവൻ ഇരിക്കുക, അവനവനിൽ ചിദംബരത്തിൽ
ശ്രമിക്കുക എത്താൻ. ആ നടനത്തിൽ കഴിഞ്ഞില്ല, നടനത്തിൽ തീരരുത്. നടനം സൃഷ്ടിയായിട്ടേ ഉള്ളൂ. സൃഷ്ടിയിൽ പ്രപഞ്ച നാടകം അവസാനിക്കുന്നില്ല. ആ നടനാവസാനത്തിൽ ഒരു ഇരിപ്പുണ്ട്. ആ ഇരിപ്പാണ് ദക്ഷിണാമൂർത്തി ഭാവം. നടനം കഴിഞ്ഞുള്ള, ആട്ടം കഴിഞ്ഞുള്ള ദക്ഷിണാമൂർത്തി ഭാവം. അവിടെ കേവലം ജ്ഞാനമുദ്ര മാത്രമാണ്. പതുക്കെ 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 അതും വിലയിക്കും. അപ്പോഴേ രഹസ്യമാവുള്ളൂ. അതായത് ഒരക്ഷരം മിണ്ടാതെ ഇപ്പൊ ജ്ഞാനമുദ്ര കാണിച്ചാലും അവിടെ ഒരു ഉപദേശ വ്യവഹാരമുണ്ട്. സമ്പൂർണ്ണ ശാസ്ത്രങ്ങളെയും വാചാലമായി ഉപദേശിക്കുന്നത് നിർത്തി മഹാവാക്യോപദേശം ചെയ്താലും അവിടെ ഒരു ഉപദേശമുണ്ട്. അഹം ബ്രഹ്മാസ്മി തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ, ഇവിടൊക്കെ ഉപദേശമുണ്ട്. അതും കഴിഞ്ഞ് മുദ്രയിലെത്തി, അവിടെയും ഉപദേശമുണ്ട്. അതും വിലയിക്കണം. അപ്പോ ദക്ഷിണശ്ച അമൂർത്തിശ്ച ദക്ഷിണാമൂർത്തി. ആദ്യത്തേതോ ദക്ഷിണേ മൂർത്തി. ഇപ്പോഴോ ദക്ഷിണശ്ച അമൂർത്തിശ്ച. ശ്രദ്ധിക്കുക, അത് തന്നെ രഹസ്യം. ഇത്രയേറെ മഹത്വമുള്ള നടരാജ വിഗ്രഹം വീട്ടിൽ വെക്കുന്നത് ദോഷമാണെന്ന് ചിലർ പറയുന്നു. എൻ്റെ ഭഗവാനെ, എന്തൊരു കഷ്ടത്! ഈ ദോഷവാദികള് ഹിന്ദു നാമധാരികളല്ലാതെ ആര്? മന്ത്രം ജപിക്കാൻ പാടില്ല, ദോഷം. മഹാഭാരതം പുസ്തകം വെക്കാൻ പാടില്ല വീട്ടില്, ദോഷം. നോക്കണേ, അമ്പലത്തിനടുത്ത് വീട് വെക്കാൻ പാടില്ല, ദോഷം. അമ്പലത്തിനടുത്ത് വീടുണ്ടാക്കാൻ പാടില്ല, ദോഷമാണ്. വീട്ടില് അശോകം അല്ലെങ്കിൽ ചെമ്പകം അല്ലെങ്കിൽ കൂവളം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, ദോഷം. എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ ദോഷം, ഒന്നും പാടില്ല. സ്ത്രീകൾ മന്ത്രം ജപിക്കാൻ പാടില്ല, വേദം പഠിക്കാൻ പാടില്ല, എന്തിന് ലളിതാ സഹസ്രനാമം പോലും ചൊല്ലാൻ പാടില്ല, ഒക്കെ പാടില്ല. എന്താ പാടുള്ളത്? നുണ പറയാൻ പാടില്ല. അതങ്ങനെ നുണയൊക്കെ പറയാം സ്വാമി. പരദൂഷണം ചെയ്യാം, അയ്യോ അസ്സലായിട്ട് ചെയ്യാം. അതിലല്ലേ കിടക്കണത് ലോകത്തിന്റെ സ്ഥിതി തന്നെ. മഹാഭാരതം വെച്ചാൽ വീട്ടിൽ തല്ലുണ്ടാവും. എന്നാ എന്ത് ബൈബിള് കൊണ്ടാച്ചാലോ? ബൈബിൾ വെച്ചോളൂ, വിരോധമില്ല. ബൈബിളിന് മോശം പറഞ്ഞു എന്ന് ആരും പറഞ്ഞേക്കരുത്. ഖുറാൻ വെച്ചാലോ ഒരു കുഴപ്പമില്ല, വെച്ചോളൂ. മോശം പറഞ്ഞു എന്ന് വിചാരിക്കരുത്, എല്ലാം നല്ലതാണ്, എല്ലാം ശ്രേഷ്ഠമാണ്. പക്ഷെ ഇത്തരം അബദ്ധജടിലമായിരിക്കുന്ന, ഹീനമായിരിക്കുന്ന, പാടില്ല പാടില്ല എന്ന് പറയുന്നതിനെ ചൂണ്ടിക്കാണിക്കാനാ പറയുന്നത്. കഥാപുസ്തകങ്ങളൊക്കെ വെച്ചാലോ വെച്ചോളൂ, ഒരു വിരോധമില്ല. മഹാഭാരതം വെക്കരുത്. എടാ, ഇത് കഥാപുസ്തകല്ലേ, ഇതിനേക്കാൾ വലിയ കഥ വേറുണ്ടോ? എന്ത് കഥയത് ഇല്ലേ? നടരാജ വിഗ്രഹം വെക്കാൻ പാടില്ല അത്ര. സകല നാട്ടിലും ബുദ്ധന്റെ സിറ്റിംഗ് ബുദ്ധ, സ്റ്റാൻഡിങ് ബുദ്ധ, ലാഫിംഗ് ബുദ്ധ, ആ ബുദ്ധ, ഈ ബുദ്ധ, നാട് മുഴുവൻ ബുദ്ധനെ കൊണ്ട് നിറഞ്ഞു. അത് വെച്ചുകൂടാന്നാണോ ജീതാന്റെ സ്വാമി പറഞ്ഞത്? വെച്ചുകൂടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നല്ലതാണ്. ബുദ്ധന്റെ വെക്കാം, പക്ഷെ നടരാജന്റെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ യുക്തി എന്താ? ഒരു യുക്തി വേണ്ടേ? ഇതിനേക്കാൾ സങ്കടമാണ് ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ പ്രതിമ കാണാം. ശ്രീകൃഷ്ണന്റെ പ്രതിമയിൽ കൈ ഇങ്ങനെ ഉണ്ടാവും. എന്താണ് ഇത്? ശ്രീകൃഷ്ണൻ എന്ത് പറ്റി? അത് സ്വാമി അവിടെ ഓടക്കോളിലുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ പോയി, അത് ഞാൻ ഭാഗവത സപ്താഹത്തിന് പോയപ്പോൾ ആചാര്യം പറഞ്ഞു ഓടക്കോളിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ പാടില്ല എന്ന്. എന്നാൽ നിനക്കന്നിട്ട് പൊട്ടിച്ച് കളഞ്ഞാൽ പോരായിരുന്നോ? അല്ല, ഞാൻ ഓടക്കോളിൽ മാത്രം ഊരിക്കളഞ്ഞു. എന്ത് മഹാഭാവി, കൃഷ്ണനെ ഓടക്കോളിൽ വെച്ചു, നീ അത് ഊരിക്കളയാ, നീ അത് ദോഷം ഉണ്ടാവും എന്നാ പറഞ്ഞേ. എന്തൊരു കഷ്ടത്! ആ സംഗീതം പൊഴിക്കുന്ന ഭഗവാന്റെ രൂപം കണ്ട എന്തൊരു ആനന്ദമാണ്. ഈ തരത്തിലുള്ള അബദ്ധ വിശ്വാസങ്ങളെ കൊണ്ട് അജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും നടരാജ വിഗ്രഹം വെക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ എന്താ കാരണം എന്ന് ചോദിക്കുക.
സകല ശാസ്ത്രങ്ങളുടെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും കലയുടെയും എന്നല്ല സകല സൃഷ്ടി രഹസ്യങ്ങളുടെയും മൂലമാണ് നടരാജമൂർത്തി. പോരെങ്കിൽ അവന്റെ കാൽ കീഴിൽ ഒരാളുണ്ട്. എപ്പോഴാന്നറിയോ? നടരാജനായിരിക്കുമ്പോഴല്ല, നടരാജഭാവം കഴിഞ്ഞ് ദക്ഷിണാമൂർത്തി ഭാവത്തിലേക്ക് അങ്ങോട്ട് പോകുമ്പോ ഈ പ്രപഞ്ചത്തിലെ സകല അറിവില്ലായ്മകളുടെയും മറവികളുടെയും മൂർത്തിയായ അപസ്മാരത്തെ പിടിച്ച് ചവിട്ടി വെക്കുന്ന ഒരു ഭാവമുണ്ട് ദക്ഷിണാമൂർത്തിയുടെ കാലിന്റെ അടിയിൽ. അതല്ലേ നമുക്കൊക്കെ വേണ്ടത്. അതുകൊണ്ട് നടരാജമൂർത്തിയെ ഉണ്ടാക്കുക. ഇവിടെ ശില്പ വേലയിൽ പ്രവർത്തിക്കുന്നവരോ സാധിക്കുന്നവരോ ഉണ്ടെങ്കിൽ പരമാവധി നടരാജ വിഗ്രഹങ്ങൾ നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കുക. കാണുമ്പോൾ അങ്ങോട്ട് തോന്നണം വീട്ടിൽ കൊണ്ട വെക്കണം എന്ന്. അത് ജാതി ഉണ്ടാക്കണം, എന്നിട്ട് മാർക്കറ്റ് ചെയ്യുക, നല്ല ചില്ലാനം ഉണ്ടാക്കുക. അതാ വേണ്ടത്. നടരാജ വിഗ്രഹം വെക്കണം.